ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈമാറ്റിക് ആക്ടിവിറ്റി. എന്തൊക്കെയാണ് ഡിഫറെന്റ് ഫാക്ടേഴ്സ് വിച്ച് വിൽ അഫക്ട് ദ സ്പീഡ് ഓഫ് ദ റിയാക്ഷൻസ്? That include temperature, pH and substrate concentration. Okay, ഇതാണ് മേജർലി 3 ഫാക്ടേഴ്സ് എൻസൈമാറ്റിക് ആക്ടിവിറ്റീനെ അഫക്റ്റ് ചെയ്യുന്നത്. നമ്മൾ ടെമ്പറേച്ചറിന്റെ കേസ് പറഞ്ഞിരുന്നു. ഈച്ച് എൻസൈം വിൽ ബി ഹാവിംഗ് എൻ ഒപ്റ്റിമം ടെമ്പറേച്ചർ. ആ ഒപ്റ്റിമം ടെമ്പറേച്ചറിനേക്കാൾ കുറവോ കൂടുതലോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻസൈമിന്റെ ആക്ടിവിറ്റി കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കും അല്ലേ. സോ ഹിയർ വി ക്യാൻ സേ ദിസ് ഈസ് ദ ഒപ്റ്റിമം ടെമ്പറേച്ചർ ഫോർ ദ ആക്ടിവിറ്റി ഓഫ് ദിസ് പർട്ടിക്കുലർ എൻസൈം ആൻഡ് വെൻ ഇറ്റ് ഈസ് റെഡ്യൂസിങ് ഇറ്റ് വിൽ റെഡ്യൂസ് ദ enzymatic activity. When it is increasing also we can see it is reducing the enzymatic activity. നമ്മൾ പറഞ്ഞില്ലേ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് Q10 എന്നൊക്കെ പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്തില്ലേ. ഓരോ 10 ഡിഗ്രി സെൽഷ്യസ് കൂടുമ്പോഴും ഈ എൻസൈമാറ്റിക് റിയാക്ഷൻ ഫ്രം ദ മിനിമൽ ടെമ്പറേച്ചർ ടു ഒപ്റ്റിമം ടെമ്പറേച്ചർ ഇറ്റ് വിൽ ബി ഡബിൾഡ് എന്ന് പറഞ്ഞു അല്ലേ. അതേപോലെ തന്നെ ഓരോ 10 ഡിഗ്രി സെൽഷ്യസ് കൂടുമ്പോഴും ഫ്രം ദ ഒപ്റ്റിമം ടെമ്പറേച്ചർ ടു ദ മാക്സിമം ടെമ്പറേച്ചർ, ഒപ്റ്റിമം ടു മാക്സിമം ടെമ്പറേച്ചർ ഇറ്റ് വിൽ ബി റെഡ്യൂസിങ് ടു ഹാഫ് അങ്ങനെ പറഞ്ഞു. അതേപോലെ തന്നെയാണ് pH also each enzyme will be having a particular pH at which it will show maximum activity അല്ലേ. നമുക്ക് അതിനൊരു എക്സാമ്പിൾ നോക്കിയാല് so in the case of digestive enzymes in the case like digestive enzymes as pepsin it will be activate only during the acidic pH as 1.8 to 2 pH. അതുകൊണ്ടാണ് നമ്മുടെ സ്റ്റൊമക്കിലെ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ പ്രൊഡക്ഷൻ ഒരുപാടുള്ളത് അല്ലേ. അതേപോലെ തന്നെ salivary amylase that will work around 6.8 pH. അതേപോലെ നമ്മൾ ആൽക്കലൈൻ pHൽ വർക്ക് ചെയ്യുന്ന പാൻക്രിയാറ്റിക് ജ്യൂസ്, പാൻക്രിയാറ്റിക് amylase, പാൻക്രിയാറ്റിക് ലിപ്പേസ്, അങ്ങനെ കുറേ എൻസൈംസ് പാൻക്രിയാസിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുന്നതൊക്കെ 7.8 to 8 pHലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരോ എൻസൈമിനും അതിന്റെ ഒപ്റ്റിമം pH ഉണ്ട്. ആ ഒപ്റ്റിമം pHലാണ് അത് കൂടുതൽ വർക്ക് ചെയ്യുക. അതിൽ കൂടെ കുറയുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ സി ഇറ്റ് ഈസ് ഡിക്രീസിങ് ദ വെലോസിറ്റി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ എൻസൈം. ഇനി നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് ദ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ദാറ്റ് ഇൻഫ്ലുവൻസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ നോക്കിക്കേ, സി വി ആർ ഗിവിംഗ് ഇൻ എ മീഡിയ ദ നമ്പർ ഓഫ് സബ്സ്ട്രേറ്റ് ആൻഡ് വി ആർ ഗിവിംഗ് എൻസൈം. ഈ എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റിൽ പോയി സബ്സ്ട്രേറ്റ് മോളിക്യൂൾ ബൈൻഡ് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുക, സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുക. അപ്പൊ എത്രമാത്രം സബ്സ്ട്രേറ്റ് ഉണ്ടോ അത്രയും സബ്സ്ട്രേറ്റിന് ഈ എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റിൽ ബൈൻഡ് ചെയ്യാൻ പറ്റും. എൻസൈമാറ്റിക് റിയാക്ഷൻ ഇങ്ങനെ വളരെ ഫാസ്റ്റ് ആണ് അല്ലെ. അപ്പൊ സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ ഇട്ട് കൊടുക്കുന്നതനുസരിച്ച് ഓരോ എൻസൈമും ആ സബ്സ്ട്രേറ്റിനെ ബൈൻഡ് ചെയ്യും. ഒരു പർട്ടിക്കുലർ ലെവലില് എല്ലാ എൻസൈമും സാച്ചുറേറ്റ് ചെയ്യുകയും ചെയ്യും വിത്ത് ദ സബ്സ്ട്രേറ്റ് മോളിക്യൂൾ. നമുക്കറിയാം എന്താ, ഈ ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആ വെലോസിറ്റി ഓഫ് ദ എൻസൈം ഇറ്റ് വിൽ ബിക്കം സ്റ്റേബിൾ അല്ലെ. വെലോസിറ്റി പിന്നെ കൂടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഒരു സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എല്ലാ എൻസൈംസും സബ്സ്ട്രേറ്റിനെ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞു. അതാണ് അതിന്റെ മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത് അല്ലെ. സോ നമ്പർ ഓഫ് ദ എൻസൈംസ് which is present in the media, all the enzymes, if it is saturated with the substrate molecule, there is no further increment of the velocity of the reaction. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ എൻസൈമും സബ്സ്ട്രേറ്റും തമ്മിലുള്ള അഫിനിറ്റി, അവർ തമ്മിലുള്ള ഇഷ്ടം കൂടുതലാണെങ്കിൽ എന്താണ്, ഒരൊറ്റ സബ്സ്ട്രേറ്റിനെ പോലും ബൈൻഡ് ചെയ്യാതെ എൻസൈംസ് വിടില്ല അല്ലെ. എല്ലാ സബ്സ്ട്രേറ്റിനെയും എൻസൈംസ് ബൈൻഡ് ചെയ്യും. സോ അക്കോർഡിംഗ് ടു ദ അഫിനിറ്റി ഓഫ് ദ സബ്സ്ട്രേറ്റ് ആൻഡ് എൻസൈം ദ വെലോസിറ്റി ഓഫ് ദ റിയാക്ഷൻ ഇറ്റ് വിൽ ബി ഇൻക്രീസ്ഡ്. സബ്സ്ട്രേറ്റും എൻസൈമും തമ്മിലുള്ള അഫിനിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സബ്സ്ട്രേറ്റിന് ഇട്ട് കൊടുത്താലായിരിക്കും എല്ലാ എൻസൈംസും സാച്ചുറേറ്റ് ആവുക സബ്സ്ട്രേറ്റ് വെച്ചിട്ട്. അല്ലെങ്കിൽ നമ്മൾ നല്ല അഫിനിറ്റി ഉള്ളതാണെങ്കിൽ എക്സാക്ട്ലി ഇറ്റ് വിൽ ഗോ ആൻഡ് ഫിറ്റ് ഇൻസൈഡ് ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് ദ എൻസൈം. അഫിനിറ്റി കുറവാണെങ്കിൽ അത് അവിടെ ഇവിടെയൊക്കെ തത്തി കളിച്ച് പോകണോ വേണ്ടോ എന്നൊക്കെ ആലോചിച്ച് പതുക്കെ വന്ന് ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴത്തേക്കും കുറേ എൻസൈം ഫ്രീ ആയിട്ട് കിടക്കും. അപ്പം എല്ലാ എൻസൈമും ഒരുപോലെ സാച്ചുറേറ്റ് ആവണമെങ്കിൽ നമ്മൾ ഒരുപാട് സബ്സ്ട്രേറ്റ് ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ സബ്സ്ട്രേറ്റ് ദ എൻസൈം സബ്സ്ട്രേറ്റ് അഫിനിറ്റി ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ വെലോസിറ്റി ഓഫ് ദ റിയാക്ഷൻ. അതാണ് ഇവിടെ substrate concentration എന്ന് പറയുന്നത്. If the enzyme substrate affinity if it is more, substrate concentration കുറച്ചുള്ളൂങ്കിലും എന്ത് നടക്കും, maximum velocity ഉണ്ടാവും. If the substrate enzyme affinity if it is less, then we need to add more amount of substrate to saturate all the enzymes. Okay, now here
ഇവിടെ ഞാനൊരു ഗ്രാഫ് വരച്ചിട്ടുണ്ട് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനും അതേപോലെ തന്നെ വെലോസിറ്റി ഓഫ് ദ എൻസൈമും. അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ എത്തിയപ്പോൾ മാക്സിമം വെലോസിറ്റി ഓഫ് ദ എൻസൈം ഹാസ് ബീൻ അറ്റൈൻഡ്. പിന്നെ ആ വെലോസിറ്റി കൂടുന്നില്ല, പിന്നെ അത് എങ്ങനെയാണ് പോകുന്നത്, പിന്നെ അത് സ്റ്റേബിൾ ആയിട്ടാണ് പോകുന്നത്. കാരണം എന്താണ്, ഇവിടെ എത്തിയപ്പോഴത്തേക്കും എല്ലാ എൻസൈംസും സാച്ചുറേറ്റ് ആയി. ഇനി ഇതിൽ നിന്ന് എൻസൈമാറ്റിക് റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ പോകുന്നില്ല. ദാറ്റ് വെലോസിറ്റി ദാറ്റ് വി വിൽ കോൾ ആസ് വി മാക്സ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ enzyme. ഇതാണ് മാക്സിമം വെലോസിറ്റി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ എൻസൈം എന്ന് പറയുന്നത്. അതിന്റെ പകുതിക്ക് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഹാഫ് വി മാക്സ് എന്ന് പറയാൻ പറ്റും. സോ ഹാഫ് വി മാക്സ്, to reach the half Vmax, how many substrate molecules are taken by the enzyme, or how many substrate molecules are needed in the media, that show the Km value of that particular enzymatic reaction. Km value എന്ന് പറയുന്നത് Michaelis Menten constant ആണ് കേട്ടോ. Km value is Michaelis Menten constant. എന്ന് പറഞ്ഞാൽ മൈക്കേലിസ് മെന്റൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഇത് കണ്ടുപിടിച്ചത്. അതായത് എൻസൈം സബ്സ്ട്രേറ്റ് റിലേഷൻഷിപ്പ് പറയാൻ വേണ്ടിയിട്ടാണ് മൈക്കേലിസ് മെന്റൻ കോൺസ്റ്റന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് ഹാഫ് മാക്സിമം വെലോസിറ്റി എത്താൻ എത്രമാത്രം സബ്സ്ട്രേറ്റ് കൊടുക്കണം എന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ we can understand how fast the reaction it occurs, or how fast the enzyme is getting saturated with the substrate molecule. നമുക്ക് മനസ്സിലാക്കാം. ഇനിയിപ്പോൾ ഈ ഗ്രാഫ് കുറച്ച് റൈറ്റിലേക്ക് നീങ്ങിയിരിക്കണം എന്നിരിക്കട്ടെ. See here, if this graph is going like this, ഗ്രാഫ് ദാ ഇവിടെ വന്നിട്ട് ദാ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ then we can understand it is attaining the maximum velocity at the substrate concentration here, and it is attaining the half maximum velocity here. So the Km value, it has been increased. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഒരുപാട് സബ്സ്ട്രേറ്റ് മോളിക്യൂൾ ഇട്ട് കൊടുക്കുമ്പോഴാണ് അത് പകുതി വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്നുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ, ആ എൻസൈമും സബ്സ്ട്രേറ്റും തമ്മിലുള്ള അഫിനിറ്റി ഈ എൻസൈമും സബ്സ്ട്രേറ്റും തമ്മിലുള്ള അഫിനിറ്റിനെ വെച്ച് കുറവാണ് അല്ലെ. സോ ഹിയർ വി ക്യാൻ സേ ദ വെലോസിറ്റി ഓഫ് ദ റിയാക്ഷൻ ആസ് വെൽ ആസ് ദ Km വാല്യൂ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അതായത് Km വാല്യൂ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദ റിയാക്ഷൻ ഇറ്റ് വിൽ ബി ഡിക്രീസ്ഡ്. എന്ന് പറഞ്ഞാൽ ഒരുപാട് സബ്സ്ട്രേറ്റ് ഇട്ട് കൊടുക്കുമ്പോഴേ നമുക്ക് എന്ത് അറ്റൈൻ ചെയ്യുള്ളൂ, ദ Km വാല്യൂ അറ്റൈൻ ചെയ്യുള്ളൂ. അതായത് ഹാഫ് മാക്സിമം വെലോസിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി സബ്സ്ട്രേറ്റ് മോളിക്യൂൾ ഇട്ട് കൊടുക്കേണ്ടി വരും. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ഒരു ഡയഗ്രം കാണിച്ചിട്ടുണ്ട്, പക്ഷെ മൈക്കേലിസ് മെന്റൻ കോൺസ്റ്റന്റ് എന്നൊന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. മൈക്കേലിസ് മെന്റൻ കോൺസ്റ്റന്റ് Km വാല്യൂ represent the substrate concentration at which enzyme obtain its half maximum velocity. If the Km value is more, then we can understand the half maximum velocity to attain, we need to add more substrate molecule. From that it is clear the affinity of the enzyme to the substrate, it is less. Because of that, the speed of the reaction, it will be decreased. So here, to attain the half maximum velocity, we need to add more substrate molecule. So the Km value, when it is increasing, the velocity of the reaction will be decreased, because high Km value represent low affinity of enzyme with the substrate molecule. മനസ്സിലായല്ലോ. അപ്പൊ Km വാല്യൂ എന്ന് പറയുന്നത് മൈക്കേലിസ് മെന്റൻ കോൺസ്റ്റന്റ് ആണ്. സോ ദ വെലോസിറ്റി ഓഫ് ദ റിയാക്ഷൻ ആൻഡ് Km വാല്യൂ ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഓക്കെ, നൗ ഇഫ് വി സീ ഈ എൻസൈംസ് എല്ലാം നമ്മൾ നോക്കിയാൽ ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഹിബിഷൻ ഇറ്റ് ക്യാൻ ഒക്കർ വിത്ത് എൻസൈം. എൻസൈം എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ആണ് അല്ലെ. ആ പ്രോട്ടീൻ വർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ എഫിഷ്യൻസി കുറയാൻ വേണ്ടിയിട്ട് പല കാരണങ്ങൾ ഉണ്ടാവാം. അതെന്തൊക്കെയാണെന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ എൻസൈം ഇൻഹിബിഷൻ എന്ന് പറഞ്ഞിട്ട് ഇൻഹിബിഷൻ ഇറ്റ് വിൽ ബി ഡൺ വിത്ത് ഇൻഹിബിറ്റർ ഫാക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷനും പറഞ്ഞിട്ടുണ്ട്. നമുക്കത് ഒരു ഓർഡറിൽ പഠിക്കാം. There are different types of inhibition. It occurs with the enzymatic activity. Enzymatic activity നെ affect ചെയ്യുന്ന കുറെ ഇൻഹിബിറ്റേഴ്സും ഉണ്ട്, പലതരത്തിലുള്ള ഇൻഹിബിഷൻസും ഉണ്ട് എന്തില്, enzymatic activity. We will see which are the different types of inhibition. ഇത് ഞാൻ മായ്ച്ചു കളയാണ്. ഇൻഹിബിഷൻ ടോപ്പിക് പഠിക്കുമ്പോൾ നമുക്ക് ഇത് വേണം കേട്ടോ, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മൈക്കേലിസ് മെന്റൻ കോൺസ്റ്റന്റ് ഗ്രാഫ് നമുക്ക് വേണ്ടിയതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിത് മായ്ക്കുന്നില്ല. സോ ഹിയർ the inhibition of enzyme activity, it can occur due to several reasons. Inhibition of enzyme activity. Inhibition of enzyme activity, it is occur due to several reasons. One is
the denaturation of the enzyme. First one, it is denaturation of the enzyme. Enzyme denature ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താവും, enzymes functions will be completely stopped. So here we can say once the enzyme is denatured, it is very difficult to bring that enzyme to previous functional stage. So here we can say denaturation of enzyme, where we can see the three-dimensional structure of the enzyme will be disturbed, or the amino acid from that enzyme, it may be lost in the active site. So that is an irreversible type of inhibition. ഇതെന്താണ്, നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത തരത്തിലുള്ള ഇൻഹിബിഷൻ ആണ് in the denaturation of this enzyme. So denaturation of enzyme, that will cause the inhibition of the enzymatic activity. Now next one, competitive inhibition. Second one, it is competitive inhibition. Competitive inhibition il endha sambhavikkunnennu vechaale, there are some competitor molecule for the substrate. Substrate nu chala competitive molecules undavum. Adayathu competitive molecules nu parna substrate aayittu compete cheyan pagathinulla structural analogues aanu. Adayathu structure ഒരേ പോലെ ഇരിക്കും. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈം, അതിന്റെ സബ്സ്ട്രേറ്റ് വന്നിട്ട് സക്സിനേറ്റ് ആണ് കേട്ടോ. സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് ഈസ് ആൻ എൻസൈം, അതിന്റെ സബ്സ്ട്രേറ്റ് വന്ന് സക്സിനേറ്റ് ആണ്. സക്സിനേറ്റിനെ പോലെ തന്നെ ഇരിക്കുന്ന വേറൊരു മോളിക്യൂളാണ് മാലോനേറ്റ്. ഈ സക്സിനേറ്റിനെ പോലെ ഇരിക്കുന്ന മാലോനേറ്റ് സക്സിനേറ്റിന്റെ ഒപ്പം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? മാലോനേറ്റ്, ആസ് ഇറ്റ് ഈസ് എ സ്ട്രക്ചറൽ അനലോഗ്, ഇൻസ്റ്റെഡ് ഓഫ് സക്സിനേറ്റ്, ദിസ് മാലോനേറ്റ് will compete with succinate and it will go and sit in the active binding site of that particular enzyme. Succinate dehydrogenase ന്റെ ആക്റ്റീവ് സൈറ്റിൽ പോയിരിക്കും. അതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോ? ഇല്ല. കാരണം എന്താ? സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈമിന് സക്സിനേറ്റ് എന്ന സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റാനേ പറ്റുള്ളൂ. മാലോനേറ്റ് എന്ന് പറയുന്ന സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ പറ്റില്ല. അപ്പൊ ഈ മാലോനേറ്റ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാല്, അവര് വെറുതെ ഈ സക്സിനേറ്റുമായിട്ട് കോമ്പീറ്റ് ചെയ്ത ആ സക്സിനേറ്റിന്റെ ബൈൻഡിങ് സൈറ്റിൽ പോയിട്ട് എൻസൈം സക്സിനേറ്റ് ബൈൻഡ് ചെയ്യേണ്ട ആക്റ്റീവ് ബൈൻഡിങ് സൈറ്റ് ഓഫ് സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസിന്റെ ബൈൻഡിങ് സൈറ്റിൽ പോയിട്ട് അവിടെ പോയി ഇരുന്ന് ഇതിനെ ബ്ലോക്ക് ചെയ്യിക്കുക എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്? ഈ മാലോനേറ്റ് ചെയ്യുന്നത്. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, കുറച്ചധികം മാലോനേറ്റ് അങ്ങ് ഇട്ട് കൊടുക്കുക, സക്സിനേറ്റ് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പൊ മാലോനേറ്റ് സക്സിനേറ്റ് ഇരിക്കേണ്ടടുത്ത് കയറി ഇരിക്കുമ്പോൾ മാലോനേറ്റിന് കോമ്പീറ്റ് ചെയ്യാൻ കുറച്ച് നമ്പർ കൂടുതലുണ്ടെങ്കിൽ സക്സിനേറ്റിനെയൊക്കെ തള്ളി മാറ്റിയിട്ട് മാലോനേറ്റിനൊക്കെ തള്ളി മാറ്റിയിട്ട് ആര് കയറിയിരിക്കും? സക്സിനേറ്റ് കയറിയിരിക്കും. Once again I'll tell, see, competitive inhibition is nothing but the inhibition occurs with the substrate molecule with another structural analog of substrate ne pole irikkunna oru structural analog vannittu ആ എൻസൈമിന്റെ ആക്റ്റീവ് ബൈൻഡിങ് സൈറ്റിൽ പോയി ഇരുന്ന് ആക്ച്വൽ സബ്സ്ട്രേറ്റിനെ ബ്ലോക്ക് ചെയ്ത് കളയും. ആക്ച്വൽ സബ്സ്ട്രേറ്റിന് ഇരിക്കാനുള്ള സ്ഥലം കൊടുക്കില്ല. സോ വാട്ട് ഹാപ്പൻ? ദ റിയൽ എൻസൈമാറ്റിക് റിയാക്ഷൻ ഇറ്റ് വിൽ നോട്ട് ഒക്കർ. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ആ കോമ്പറ്റീഷൻ കുറച്ച് കോമ്പറ്റീഷനിൽ കുറച്ച് നമ്മളെ ആക്ച്വൽ സബ്സ്ട്രേറ്റിന് വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ നമ്പർ അങ്ങ് കൂട്ടിക്കൊടുക്കും. സോ വെൻ വി ഗിവ് മോർ നമ്പർ ഓഫ് സക്സിനേറ്റ് in front of malonate, succinate will compete and they will just remove malonate from the active binding site and succinate will go and bind in the active binding site of the enzyme. ഇനി അതും ഇതും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. നമ്മൾ ഈ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ടിനെയും കൊടുത്തു കഴിഞ്ഞാൽ, സക്സിനേറ്റിനെയും മാലോനേറ്റിനെയും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എൻസൈമിന് ഹാഫ് മാക്സിമം വെലോസിറ്റി എത്താൻ വേണ്ടിയിട്ട് ആ എൻസൈമിനെ പകുതി എണ്ണത്തിന് സാച്ചുറേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെ കൂടുതൽ കൊടുക്കേണ്ടി വരും? സക്സിനേറ്റിനെ കൂടുതൽ കൊടുക്കേണ്ടി വരും. സോ ഓട്ടോമാറ്റിക്കലി ദ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ which is needed to reach the Km value, we need to add more amount of substrate in the presence of a structural analog or a competitive inhibitor. അപ്പോൾ കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ സബ്സ്ട്രേറ്റിന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷനിൽ എപ്പോഴും എന്ത് കൂടും? Km value will be increased. So here we can say competitive inhibition, it is due to structural analog. It is due to structural analog. This competitive inhibition, it lead to increase in Km value.
Km value will be increased to overcome this competitive inhibition. Okay, this is inhibition. This competitive inhibition is an example. Succinate dehydrogenase, its substrate is succinate and its structural analog is malonate. That is sulfur drugs are competitive inhibitor of folic acid synthesis in bacteria. That is bacterial infection. Folic acid synthesize ചെയ്യുന്ന ആ പ്രോസസ്സിനെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്ന ഒരു കോമ്പറ്റിറ്റീവ് ഇൻഹിബിറ്റർ ആണ് സൾഫർ ഡ്രഗ്സ് കേട്ടോ. സോ ഹിയർ ആ ഫോളിക് ആസിഡ് സിന്തസിസ് ഇറ്റ് ഹാസ് ടു ഒക്കർ ഫോർ ദ സർവൈവൽ ഓഫ് ബാക്ടീരിയ. അതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൾഫർ ഡ്രഗ്സ് കഴിക്കുമ്പോൾ ഈ സൾഫർ ഡ്രഗ്സ് ആ ഫോളിക് ആസിഡിന്റെ സിന്തസിസിനെ സ്റ്റോപ്പ് ചെയ്യും. അതേപോലെ കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷൻ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് അസുഖം മാറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി അത് വേണ്ടാന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും, ഓട്ടോമാറ്റിക്കലി നോർമൽ കണ്ടീഷനിലേക്ക് വരും. സൾഫർ ഡ്രഗ്സ് ഇറ്റ് വിൽ ബി റിമൂവ്ഡ് ഔട്ട് ഫ്രം അവർ ബോഡി. അപ്പോൾ ഈ കോമ്പറ്റിറ്റീവ് ഇൻഹിബിറ്റർ ഇറ്റ് ഈസ് എ റിവേഴ്സിബിൾ ടൈപ്പ് ഓഫ് ഇൻഹിബിറ്റർ. അത് റിവേഴ്സിബിൾ ഇൻഹിബിറ്റർ, ഇറിവേഴ്സിബിൾ അല്ല, റിവേഴ്സിബിൾ ഇൻഹിബിറ്റർ. ദിസ് ഈസ് എ റിവേഴ്സിബിൾ ടൈപ്പ് ഓഫ് ഇൻഹിബിറ്റർ. Okay, this is a reversible type of inhibitor. Next one is the non-competitive inhibitor. Non-competitive inhibitor പല തരത്തിലുണ്ട്. Non-competitive inhibitor വന്നിട്ട് it will not compete in the active site of the enzyme. As enzyme in the active site lo onnu vannu bind cheyilla. They will be binding on the other side than the active site of the enzyme. So this non-competitive inhibitor, it may be reversible or it may be irreversible. Reversible or irreversible. Okay, ഇതിന് ഒരു എക്സാമ്പിൾ ആണ് അലോസ്റ്ററിക് എൻസൈം. എക്സാമ്പിൾ ഫോർ ദിസ് ഈസ് അലോസ്റ്ററിക് എൻസൈം. എന്താണ് അലോസ്റ്ററിക് എൻസൈം എന്ന് നമുക്ക് നോക്കാം കേട്ടോ. സോ ഹിയർ ഒരു എൻസൈം, ആ എൻസൈമിന് ഒരു ആക്റ്റീവ് സൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ. ആ ആക്റ്റീവ് സൈറ്റിലാണ് എന്ത് ബൈൻഡ് ചെയ്യുന്നത്, സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അലോസ്റ്ററിക് എൻസൈമിന്റെ കേസിൽ രണ്ട് സൈറ്റ് ഉണ്ട്, ഒരു ആക്റ്റീവ് സൈറ്റും ഉണ്ട്, ഒരു അലോസ്റ്ററിക് സൈറ്റും ഉണ്ട് കേട്ടോ. ഈ അലോസ്റ്ററിക് സൈറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. അലോസ്റ്ററിക് സൈറ്റ് it can bind with modulator molecule. ആ എൻസൈമിന്റെ ആക്ടിവിറ്റിനെ മോഡുലേറ്റ് ചെയ്യിപ്പിക്കാൻ കഴിവുള്ള ഒരു മോളിക്യൂൾ ആയിട്ട് അലോസ്റ്ററിക് എൻസൈമിന്റെ അലോസ്റ്ററിക് സൈറ്റിന് ബൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലോസ്റ്ററിക് ബൈൻഡിങ് സൈറ്റിൽ മോഡുലേറ്റർ ബൈൻഡ് ചെയ്യുമ്പോൾ ആ എൻസൈമിന്റെ ആക്ടിവിറ്റിനെ അത് ഓൾട്ടർ ചെയ്യിപ്പിക്കും, ആക്ടിവിറ്റിനെ ചേഞ്ച് ചെയ്യിപ്പിക്കും. that activity of the enzyme it will be reduced because of, or it will be stopped because of this allosteric activity. അപ്പോൾ അലോസ്റ്ററിക് എൻസൈം ഞാൻ ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ കാണിച്ചു തരാം. ഒരു എന്താ പറയുക, നിങ്ങൾക്ക് മനസ്സിലാവാൻ എളുപ്പത്തിനാണ് കേട്ടോ. ഒരു എൻസൈമിൽ രണ്ട് സൈറ്റ് ഉണ്ട്, ഒന്ന് അലോസ്റ്ററിക് സൈറ്റും ഒന്ന് ആക്റ്റീവ് ബൈൻഡിങ് സൈറ്റും. അലോസ്റ്ററിക് സൈറ്റ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ആക്റ്റീവ് ബൈൻഡിങ് സൈറ്റ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി പിടിച്ചിരിക്കുന്ന സാധനമാണ് അല്ലേ. ഇങ്ങോട്ടൊരു സൈറ്റ് ഉണ്ട്, ഇങ്ങോട്ടൊരു സൈറ്റ് ഉണ്ട്. ഇത് ആക്റ്റീവ് സൈറ്റും ഇത് അലോസ്റ്ററിക് സൈറ്റ് വന്നിരിക്കട്ടെ. ഈ അലോസ്റ്ററിക് സൈറ്റിൽ മോഡുലേറ്റർ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അലോസ്റ്ററിക് സൈറ്റിൽ വന്നിട്ട് എന്ത് ചെയ്യും, മോഡുലേറ്റർ ബൈൻഡ് ചെയ്യും. മോഡുലേറ്റർ ബൈൻഡ് ചെയ്യുമ്പോൾ അലോസ്റ്ററിക് സൈറ്റ് ഇത് എങ്ങനെ ഷ്രിങ്ക് ആവും. അപ്പൊ എന്താ, ഇതിനെ പിടിച്ച് ഇതിങ്ങനെ ഷ്രിങ്ക് ആയി വരുമ്പോൾ അതാ ഇതിങ്ങനെ നിവർന്നു വരും അല്ലേ. സോ വെൻ ദിസ് ഈസ് ഗെറ്റിംഗ് ഓപ്പണിംഗ്, ദ ആക്റ്റീവ് സൈറ്റ് ഈസ് ഗെറ്റിംഗ് ഇൻആക്ടിവേറ്റഡ്. ആ ആക്റ്റീവ് സൈറ്റിന്റെ ഉള്ളിലേക്ക് ആര് കയറി പോവില്ല, സബ്സ്ട്രേറ്റ് കയറി പോവില്ല. അപ്പൊ നോക്കിയാൽ അലോസ്റ്ററിക് സൈറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസം ദാറ്റ് വിൽ ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഓപ്പോസിറ്റ് വേ ഇൻ ദ ആക്റ്റീവ് ബൈൻഡിങ് സൈറ്റ് ഓഫ് ദ പർട്ടിക്കുലർ എൻസൈം. എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റിൽ വന്നിട്ട് ആക്റ്റീവ് സൈറ്റ് ചിലപ്പോൾ ഓപ്പൺ ആയിട്ട് വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ക്ലോസ് ആയിട്ട് വരും. ഇപ്പം ഇതൊക്കെ അലോസ്റ്ററിക് സൈറ്റ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ ഇതിങ്ങനെ ഷ്രിങ്ക് ആയി പോകും. ഇങ്ങനെ ഷ്രിങ്ക് ആയി പോയി കഴിഞ്ഞാൽ ഇതിനുള്ളിലേക്ക് എന്ത് കയറില്ല, സബ്സ്ട്രേറ്റ് കയറില്ല അല്ലേ. അപ്പോൾ അലോസ്റ്ററിക് സൈറ്റിൽ മോഡുലേറ്റർ മോളിക്യൂൾ വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റിനെ ചേഞ്ച് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുക. ആ ആക്റ്റീവ് സൈറ്റിനെ പിന്നെ സബ്സ്ട്രേറ്റിന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായി, ഈ സബ്സ്ട്രേറ്റ് മോളിക്യൂൾ നമ്മൾ എത്ര ഇട്ട് കൊടുത്താലും എവിടെ ബൈൻഡ് ചെയ്യില്ല, ആക്റ്റീവ് സൈറ്റിൽ ബൈൻഡ് ചെയ്യില്ല. ഓട്ടോമാറ്റിക്കലി ദാറ്റ് chemical reaction it will be stopped there. That is nothing but the non-competitive inhibition which is seen in allosteric enzyme. Non-competitive, avada competition onnu illa, avada substrate molecule aayittu compete cheyalla cheyna. Substrate molecule irikkunnaduthu ee parayunna modulator molecule ni irikkan venda. Modulator molecule, okay, modulator bind with allosteric site. So here the allosteric enzyme, it has allosteric site and
active site. Allosteric site where the modulator bind, active site where the substrate bind. ഇവിടെ നമ്മൾ എത്ര സബ്സ്ട്രേറ്റ് കൂട്ടിക്കൊടുത്താലും എന്ത് പറ്റില്ല, എൻസൈമിന്റെ ആക്ടിവിറ്റീനെ റിവേഴ്സ് ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ എൻസൈമിന്റെ ആക്ടിവിറ്റീനെ കൂട്ടാനോ ഒന്നും പറ്റില്ല. സോ ഹിയർ ദർ ഈസ് നോ എഫക്റ്റ് ഓഫ് KM വാല്യൂ. അവിടെ KM വാല്യൂ ആയിട്ട് ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പൊ അലോസ്റ്ററിക് എൻസൈംസും KM വാല്യൂവും തമ്മിൽ ഒരു ബന്ധമില്ല. ബിക്കോസ് അലോസ്റ്ററിക് എൻസൈം ഈസ് നോട്ട് ഡയറക്ട്ലി ടേക്കിംഗ് പാർട്ട് ഇൻ ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് ദ എൻസൈം. ഇറ്റ് ഈസ് ഇൻഡയറക്ട്ലി അഫക്റ്റിംഗ് ദ അഫിനിറ്റി ഓഫ് ആക്റ്റീവ് സൈറ്റ് വിത്ത് ദ സബ്സ്ട്രേറ്റ് molecule. It does not, we cannot increase the enzymatic activity by adding more amount of substrate in this case. അപ്പോൾ അലോസ്റ്ററിക് എൻസൈം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ അലോസ്റ്ററിക് സൈറ്റും ആക്റ്റീവ് സൈറ്റും ഉള്ളതുകൊണ്ട് അലോസ്റ്ററിക് സൈറ്റിൽ മോഡുലേറ്റർ ബൈൻഡ് ചെയ്യുമ്പോൾ ആക്റ്റീവ് സൈറ്റ് ഇനാക്റ്റീവായി പോകും. അപ്പം എന്താ അവിടെ എൻസൈമാറ്റിക് ആക്ടിവിറ്റി നടക്കില്ല. ഇനി ഈ അലോസ്റ്ററിക് സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്യുന്ന ഈ പ്രോട്ടീൻ ഇറ്റ് മേ ബി ഈ സബ്സ്ട്രേറ്റ് ഇറ്റ് മേ ബി ഡിറ്റാച്ച്ഡ് ആഫ്റ്റർ സം ടൈം ഓർ ഇറ്റ് മേ ബി ഇറിവേഴ്സിബിൾ. ചിലപ്പോൾ അത് ഡിറ്റാച്ച് ചെയ്ത് പോവാം, അല്ലെങ്കിൽ അത് ഇറിവേഴ്സിബിൾ ആയിട്ട് അവിടെ നിൽക്കാം. സോ ഹിയർ ആൻ എക്സാമ്പിൾ, റിവേഴ്സിബിൾ ടൈപ്പ് ഓഫ് അലോസ്റ്ററിക് എൻസൈംസ് അതെ, അതേപോലെ ഇറിവേഴ്സിബിൾ ടൈപ്പ് ഓഫ് അലോസ്റ്ററിക് എൻസൈംസ് അതെ. Reversible type of allosteric enzyme ഒരു എക്സാമ്പിൾ ആണ് സൈറ്റോക്രോം ഓക്സിഡേസ് അല്ലെങ്കിൽ കോംപ്ലക്സ് 4 ഓഫ് ദ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ വിച്ച് ഇസ് ബൈൻഡിങ് വിത്ത് എ സയനൈഡ് ആൻഡ് കാർബൺ മോണോക്സൈഡ്. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കാർബൺ മോണോക്സൈഡും സയനൈഡും ഒക്കെ വന്നിട്ട് സൈറ്റോക്രോം ഓക്സിഡേസ് എന്ന് പറയുന്ന ആ പ്രോട്ടീൻ കോംപ്ലക്സ് അത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലെ 4ാമത്തെ കോംപ്ലക്സ് ആണ്. അതിൽ വന്ന് അതിന്റെ കോപ്പറിൽ വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ആൻ ഇറിവേഴ്സിബിൾ ബൈൻഡിങ്. അതാണ് കാർബൺ മോണോക്സൈഡ് പോയിസണിങ്ങും സയനൈഡും ഒക്കെ മനുഷ്യനെ കൊല്ലാനുള്ള കാരണം കേട്ടോ. സോ ഹിയർ ദിസ് ഈസ് എ കൈൻഡ് ഓഫ് ഇറിവേഴ്സിബിൾ ഇൻഹിബിഷൻ. അതിന് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ബൈൻഡിങ് ആയിരിക്കും അവിടെ നടക്കുക. ദാറ്റ് ഈസ് നോട്ട് എ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ, ഇറ്റ് ഈസ് ജസ്റ്റ് ബൈൻഡിങ് ഇൻ ദ കോപ്പർ of that cytochrome oxidase and stop the activity of the particular enzyme or electron transport system. There is no ATP synthesis will not occur and the electrons it will not be able to pass to the final electron acceptor as oxygen there. Okay, so that is another type of inhibition, that is non-competitive inhibition. Reversible and irreversible is there. Irreversible inhibition is cyanide and carbon monoxide poisoning. Now next one is feedback inhibition. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ള feedback inhibition ആണ്. Feedback inhibition എന്ന് പറഞ്ഞാൽ see when the product are formed by the enzymatic reaction, enzymatic reaction വഴി ഉണ്ടാകുന്ന product if it is coming and binding back to the enzyme, അത് ആ എൻസൈമിന്റെ ആക്ടിവിറ്റിനെ ബ്ലോക്ക് ചെയ്ത് കളയും. Okay, that is called as feedback inhibition. Feedback inhibition is due to the final product of that enzymatic activity. Enzymatic activity the final product ആണ് feedback inhibition ഉണ്ടാക്കാനുള്ള കാരണം കേട്ടോ. So this is all about the factors affecting the enzymatic reaction and the different types of inhibition which occurs in the enzyme. ഇത് important ആണ്. ഈ factors affecting enzymatic activity important ആണ്. Michaelis-Menten constant വളരെ important ആണ്. അതേപോലെ തന്നെ ഈ inhibition of enzyme activity important ആണ് കേട്ടോ. ഇത് സാധാരണ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, so this is all about the inhibition. Now നമുക്ക് അടുത്ത സെക്ഷനിൽ ഇനി ഇതിന്റെ classification and nomenclature of enzymes and cofactors we need to study. That we'll see in the next session.